ഹായ് ഹലോ വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാത്തിരുന്ന ഒരു വലിയ എക്സാം എൻജിനീയറിംഗ്, എസ്പെഷ്യലി ഫോർ സിവിൽ എൻജിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ എൻജിനീയറിംഗ് ആസ്പിരൻസിന് എത്തുകയാണ്. അപ്പം എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയാണ്, പോസ്റ്റാണ്. നമുക്കറിയാം, നമുക്ക് വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ ബേസ് ചെയ്ത് കുറേയേറെ വേക്കൻസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് സ്വാഭാവികമായിട്ടും സിവിലുകാരോടൊപ്പം മെക്കാനിക്കലിനും കെമിക്കലിനും എക്സാമിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും 2025 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെയൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മാത്രമായിരുന്നു ഇതിനകത്ത് മത്സരിക്കാൻ പറ്റുന്നതെങ്കിൽ കഴിഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം തൊട്ട് അവിടെ മെക്കാനിക്കലിനും അതുകൊണ്ട് തന്നെ കെമിക്കലുകാർക്കും എക്സാം എഴുതാമെന്നുള്ളത് ഈ ഒരു പോസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ബിടെക് ഓർ BE ഡിഗ്രിയാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നുകിൽ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രീമിൽ നിന്നും, അത് എഞ്ചിനീയർ ഡിസിപ്ലിനിൽ നിന്നും BE ഓർ ബിടെക് ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. കൂടാതെ അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ഇയേഴ്സ് ആണ് പറയുന്നത്. അത് പല റിലാക്സേഷൻ ഒക്കെ ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം നമുക്ക് ഇത് തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മേജറായിട്ട് ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ പോസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്ലൈ ചെയ്യുന്നതിലും പഠിക്കുന്നതിലും മാത്രമല്ല, അത് കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ജോലികളാണ് അവിടെ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിന്റെ ജോബ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് സിവിൽ എഞ്ചിനീയർ സ്ട്രീമിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ പ്ലാനിംഗ് ആൻഡ് ഡിസൈനിങ് പൈപ്പ്ലൈൻസ്, റിസർവോയേഴ്സ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, ഇതാണ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ജോബിനകത്ത് വരുന്ന റെസ്പോൺസിബിലിറ്റി. ദെൻ കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ ഓഫ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഈ പോസ്റ്റിൽ വന്നാൽ ചെയ്യേണ്ട ജോബ് റോൾ ഇതാണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ ഹാൻഡ്ലിംഗ് പമ്പിംഗ് മെഷീനറി, മോട്ടോഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എക്യുപ്മെന്റ്, ദെൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം. സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവിടെ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ്. ഇതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് അവിടുത്തെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ മോണിറ്ററിംഗ് വാട്ടർ ക്വാളിറ്റി, കെമിക്കൽ ഡോസിംഗ് പ്രോസസ്സസ്, ദെൻ ensuring compliance with the environmental and safety standards in ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. ഇതാണ് നമ്മുടെ പോസ്റ്റിലുള്ള ഡിഫറെന്റ് കാറ്റഗറീസിനുള്ള ജോബ് റോളും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് സ്ട്രീമാണോ പഠിച്ചത് അതിനെ ബേസ് ഉള്ള ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ അസൈൻ ചെയ്യുക. ഇതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ജോബ് റോളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൽ എത്തണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സാമിന് ഒരു ഹൈ റേറ്റ് മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഇവിടെ എക്സാമിന്റെ സിലബസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് 4 പാർട്ടായിട്ട് പറയാൻ പറ്റും. അതിൽ പാർട്ട് 1ൽ പറയുന്നത് 25 മാർക്സിന് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ദെൻ പാർട്ട് 2വില് 25 മാർക്സിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പാർട്ട് 3ല് 25 മാർക്സിന് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും 75 മാർക്സ് പറയുകയാണെങ്കിലും 3 സ്ട്രീമുകാർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ പറയുന്ന വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നാൽ 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അത് 25 മാർക്കിനാണ്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിച്ച അതിനാണ് ജോബ് റോളും അതിന്റെ റെസ്പോൺസിബിലിറ്റിയും പറഞ്ഞത്. നമുക്കപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ സ്ട്രീമിലും വരുന്നത് അതിനെ ബേസ് ഉള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൂടുതലും സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കൂടുതൽ ടോപ്പിക്സ് ഉള്ളത്. എങ്കിലും ബാക്കിയുള്ള 2 സ്ട്രീമുകാർക്കും അതിനകത്ത് അതിൻ്റെതായ രീതിയിൽ വെയിറ്റേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ 100 മാർക്ക് വരുന്നത്. അപ്പം
4 പാർട്ട്. നമ്മൾ എക്സാമിനെ കുറിച്ച് പറയണം, നേരത്തെ എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം ഒരു സിലബസ് വന്നിരുന്നു. ആ സിലബസിൽ സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു സിലബസ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ചേഞ്ച് ആക്കിയാണ് 4 പാർട്ടാക്കി മാറ്റിയത്. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 25 25 25 25 എന്ന രീതിയിൽ അങ്ങനെ വെയിറ്റേജ് കൊടുത്ത് 100 മാർക്കിനുള്ള എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ സിലബസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതിലെ രണ്ടാമത്തെ പാർട്ടായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 25 മാർക്സിനുള്ള സിലബസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അത് നമുക്ക് മെയിൻ ആയിട്ട് മൊഡ്യൂൾ വൈസ് ആയിട്ട് 5 മൊഡ്യൂൾ പറയാൻ പറ്റും. അതിനകത്ത് ഒന്നാമത്തെ മൊഡ്യൂൾ ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സ്വാഭാവികമായിട്ടും ഏത് സ്ട്രീമുകാർ എടുത്താലും, ഇപ്പം നമ്മുടെ സിവിൽ എടുത്താലും മെക്കാനിക്കൽ എടുത്താലും കെമിക്കൽ എടുത്താലും അവർക്ക് അവരുടെ പഠന കാലയളവിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സബ്ജക്റ്റ് 3 സ്ട്രീമുകാരും പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ വെയിറ്റേജ് കിട്ടുന്നതാണ്. പക്ഷെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെക്കാനിക്കലിലാണ്. അപ്പം ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സിലബസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ ആദ്യം പറയുന്നത് സ്റ്റാറ്റിക്സിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ആൻഡ് ലോ ഓഫ് മെക്കാനിക്സ് ആൻഡ് റിജിഡ് ബോഡി. Okay, then principle of transmissibility of forces, that is coplanar force system, moment of a force, principle of moments. മൊമെന്റിനെ കുറിച്ചും ഫോഴ്സിനെ കുറിച്ചുമാണ് ആദ്യം ഇവിടെ പറയുന്നത്. പിന്നീട് റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് ആൻഡ് കപ്പിൾ സിസ്റ്റം. സ്വാഭാവികമായിട്ടും മെക്കാനിക്സ് എന്ന് പറയുമ്പോഴേ ടോട്ടലി ഒരു ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കപ്പിളിനെ ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ്, ദാറ്റ് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് ഇക്വിലിബ്രിയം പറയണം. ദെൻ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ 2 dimensions, 2 ഫോഴ്സ് ആൻഡ് 3 ഫോഴ്സ് മെമ്പേഴ്സ്. ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് 3 മാർക്കാണ് വെയിറ്റേജ് പറയുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമുക്ക് മൊഡ്യൂൾ 1 ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്തുനിന്നും പറയാൻ പറ്റുന്നത്. മൊഡ്യൂൾ 2വിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൊഡ്യൂൾ 2 പറയുന്നത് ദാറ്റ് ഈസ് മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. മോസ് എന്ന് പറയും. അതിനകത്ത് മെറ്റീരിയൽസും വരുന്നുണ്ട്. ഓൾറെഡി ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിവിലുകാർക്കും പഠിക്കാനുള്ളതാണ്. അപ്പോൾ അവർക്കും ഇതിനകത്ത് കുറേയേറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം ഞാൻ സിവിലിന്റെ സിലബസ് ഇവിടെ പറഞ്ഞിട്ടില്ല. സിവിലിന്റെ സിലബസിനകത്ത് വരുന്ന ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് മെക്കാനിക്കൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സിവിലുകാർക്ക് വരുന്നതാണ്. പക്ഷെ അത് ആർക്കും എഴുതാം, മെക്കാനിക്കലുകാർക്കും എഴുതാം. ഇതേ കൂട്ട് മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും കെമിക്കലിനകത്ത് വരേണ്ടതാണ്. അപ്പൊ കെമിക്കലുകാർക്ക് അവിടെ മുൻതൂക്കം ലഭിക്കും. ഇങ്ങനെ ഏകദേശം ഒരേപോലെ വെയിറ്റേജ് കിട്ടുന്ന രീതിയിലാണ് സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെക്കാനിക്കലിന്റെ സിലബസിനകത്ത് രണ്ടാമത്തെ മൊഡ്യൂളാണ് മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അത് 4 മാർക്കിനാണ് അതിന്റെ വെയിറ്റേജ് ഉള്ളത്. അവിടുത്തെ ടോപ്പിക്സ് പറയുവാണെങ്കിൽ പ്യുവർ മെറ്റീരിയൽസ്, ദെൻ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, മെറ്റൽസ്, അലോയ്സ്, കോമ്പോസിറ്റ്സ്, ഫേസ് ഡയഗ്രാംസ് ആൻഡ് TTT കർവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജി എന്ന സബ്ജക്റ്റ് പഠിക്കുന്ന കുറെ ടോപ്പിക്സ് ആണ്. ദെൻ മെറ്റീരിയൽ ബിഹേവിയർ, ദാറ്റ് ഈസ് യൂണിആക്സിയൽ ടെൻഷൻ ടെസ്റ്റ്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് ഓർത്തോഗ്രഫി അതാണ് അവിടെ പറയുന്നത്. ദെൻ അനൈസോട്രോപ്പി ആൻഡ് ഇൻഇലാസ്റ്റിക് ബിഹേവിയർ, Hooke's law for linearly elastic isotropic material under axial and shear deformation. Hooke's law വരുന്ന ഭാഗമാണത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻസ് ഓഫ്, ഇവിടെ തൊട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഹുക്സ് ലോ തൊട്ട് വേണമെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയാൻ പറ്റും. ദെൻ ഡെഫിനിഷൻസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വളരെ ഇമ്പോർട്ടൻറ്റ് അറ്റ് എ പോയിന്റ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടെൻസേഴ്സ് ആൻഡ് ഇറ്റ്സ് components only. Then Poisson's ratio constant ആണ്. Then biaxial and triaxial deformation, bulk modulus, relations between elastic constant നമുക്കറിയാം. നമുക്ക് മെയിൻ ആയിട്ട് EGK അല്ലേ, then EGK mu എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ട്. ഇതിന്റെ റിലേഷൻസ് എല്ലാ പ്രാവശ്യം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഈ കോൺസ്റ്റന്റ്സിന്റെ റിലേഷൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3 മെക്കാനിക്കലിന്റെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി. പ്യുവർ മെക്കാനിക്കൽ ആണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ അത്രയ്ക്ക് തൊടാൻ പറ്റാത്ത ഭാഗമാണ്. മെക്കാനിക്കലുകാർക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ്, ഡോം ഓർ മോം എന്ന് പറയാറുണ്ട്. 6 മാർക്കിനാണ് എന്റെ വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെ പറയുന്ന ടോപ്പിക്സ് ഗിയേഴ്സ് ആൻഡ് ടെർമിനോളജി ഓഫ് സ്പർഗിയേഴ്സ്, ലോ ഓഫ് ഗിയറിംഗ്, ഇൻവല്യൂട്ട് സ്പർഗിയേഴ്സ്, involumetry, then contact ratio, interference, backlash, gear standardization, interchangeability, center distance, then modification, modes of gear tooth failure, then theory and details of bevel, helical and worm gearing. ഇത്രയും ഭാഗം വരെ 3 മാർക്കിനാണ് ഇത്രയും ഭാഗത്തുനിന്ന് വെയിറ്റേജ് കൊടുക്കുന്നത്.
നമ്മൾ 6 മാർക്ക് പറഞ്ഞു. അടുത്ത 3 മാർക്ക് ടോപ്പിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു വൈബ്രേഷൻ, ഫ്രീ വൈബ്രേഷൻസ് ഓഫ് സിംഗിൾ ഡിഗ്രി ഫ്രീഡം സിസ്റ്റംസ്, then energy method, undamped and damped free vibration. ഇത് മൊത്തം നമ്മുടെ വൈബ്രേഷൻ ആണ് അല്ലെങ്കിൽ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ആൻഡ് ഫ്രീഡം സിസ്റ്റം, എനർജി മെത്തേഡ്സ്, അൺഡാംപ്ഡ് ആൻഡ് ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ, then viscous damping, critical damping, then logarithmic decrement, then Coulomb damping, harmonically excited vibrations, response of an undamped and damped system, ട്രാൻസ്മിസിബിലിറ്റി. ഇങ്ങനെ 3 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 6 മാർക്കിന് മെക്കാനിക്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് മെഷീനറി മൊഡ്യൂൾ 3 ആയിട്ട് വരുന്നത്. ഇതാണ് മെക്കാനിക്കിന്റെ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 4നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ 6 മാർക്കിനാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇതിനകത്ത് മെഷീനറി എന്ന് പറയുന്ന ഭാഗം സിവിലിൽ വരും. ദാറ്റ് ഈസ് ഫ്ലൂയിഡ് ആൻഡ് കണ്ടിന്യൂം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ദെൻ ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വേപ്പർ പ്രഷർ, അതൊക്കെ തന്നെയാണ്. ദെൻ ന്യൂട്ടൺസ് ലോ of viscosity, ideal and real fluids, type of fluids, then Newtonian and non-Newtonian fluids, energy equation and continuity equations, equation based ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരും. then flow through pipes, വളരെ ഇമ്പോർട്ടന്റ് ആണ്. losses due to friction, major and minor losses, flow measurement devices, that is in pipe flow and open flow, അവിടെയാണ് നമ്മൾ പറഞ്ഞ വെഞ്ചുറി മീറ്റർ, orifice meter, pitot tube concepts വരുന്നത്. hydraulic machines, that is impulse and reaction turbines, rotodynamic and positive displacement pumps, specific flow, then specific speed, അത് പമ്പിനും വരും ടർബൈനും വരും. വളരെ ഇമ്പോർട്ടന്റ്, എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെൻസ്റ്റോക്ക് ആൻഡ് വാട്ടർ ഹാമർ എഫക്ട്. ഇത് 3 മാർക്കിനാണ്. ഇത്രയും ഭാഗം 3 മാർക്ക്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക്സിന്റെ ഒരു ബേസിക് സാധനങ്ങൾ ഫുള്ളായിട്ട് ചെയ്യിച്ച് 3 മാർക്കിന്. ഇനി ബാക്കി ഒരു 3 മാർക്കും കൂടി ഉണ്ട്. അത് ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്നാണ്. ദാറ്റ് ഈസ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്സ്, ദെൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, factors affecting thermal conductivity, most general heat conduction equation in Cartesian, cylindrical and spherical coordinate, important ആണ്. then one dimensional steady state conduction with and without heat generation വെച്ചുള്ള equations, then conduction through plane walls, cylinders and spheres, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് തന്നെ നമുക്ക് കോമ്പോസിറ്റും വരും. ഇത് സിമ്പിൾ ആയിട്ടുള്ള സിലിണ്ടർ, അതുകൂട്ട് തന്നെ സ്പിയർ, വോൾ വരും, കോമ്പോസിറ്റ് വോൾ വരും, കോമ്പോസിറ്റ് സിലിണ്ടർ വരും, കോമ്പോസിറ്റ് സ്പിയർ വരും, വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റി, ദെൻ കണ്ടക്ഷൻ ഷേപ്പ് ഫാക്ടർ. ഇവിടെ ഒന്നും ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവുന്ന ഷേപ്പ് ഫാക്ടർ F12, F11. ഓക്കെ, ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ corners and edges, then critical radius of insulation RC for cylinders and spheres. ഇത്രയും ഭാഗം 3 മാർക്കിന്. അങ്ങനെ ടോട്ടലി ആണ് ഈ പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് 6 മാർക്കിനുള്ള വെയിറ്റേജ് വരുന്നത്. ഇതാണ് 4ാമത്തെ മൊഡ്യൂൾ. ഇനി നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ ഇനി ഒരു 19 മാർക്ക്, ഇനി ഒരു 6 മാർക്കിന്റെ കാര്യം കൂടി ഉള്ളൂ 25 മാർക്സിനകത്ത്. ആ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് പക്ക തിയറി ബേസ്ഡ് വേണമെങ്കിൽ പറയാം. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സും ഇൻഡസ്ട്രിയൽ കാര്യങ്ങളും പറയുന്നത് ഈ മൊഡ്യൂളിനകത്താണ്. മൊഡ്യൂളിന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ഇൻ ഓർഗനൈസേഷൻ, അത് ഇൻഡസ്ട്രിയലിനെ കുറിച്ചാണ്. എത്തിക്സ് ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ് അറ്റ് വർക്ക്. എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയലിന്റെ ടോപ്പിക്സ് ഓൾറെഡി എല്ലാ സ്ട്രീമുകാർക്കും ഏകദേശം ലാസ്റ്റ് ഇയറിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നതാണ് പഠനകാലത്ത്. അപ്പം ഈ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ദെൻ എത്തിക്സ് ആൻഡ് ദ ലോ, എത്തിക്കൽ ബിഹേവിയർ അറ്റ് വർക്ക്, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ദെൻ ദ ബോസസ് ഇൻഫ്ലുവൻസ്, എത്തിക്സ് പോളിസീസ് ആൻഡ് കോഡ്സ്, ദെൻ ദ ഓർഗനൈസേഷൻ കൾച്ചേഴ്സ്, റോൾ ഓഫ് HR ഇൻ ഫോസ്റ്ററിംഗ് എത്തിക്സ് ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ്, ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, സ്പാൻ ഓഫ് കൺട്രോൾ, ബജറ്റിംഗ്. അങ്ങനെ ഇത്രയും ഭാഗമാണ് 3 മാർക്കിന്റെ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇത് മൊത്തം ഇൻഡസ്ട്രിയൽ ആണ്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വരുന്നതാണ്. അത് മെക്കാനിക്കൽ മാത്രമുള്ളതാണ്. ദാറ്റ് ഈസ് സാൻഡ് കാസ്റ്റിംഗ്, സാൻഡ് മോൾഡ്സ്, ടൈപ്പ് ഓഫ് മോൾഡിംഗ് സാൻഡ്, സാൻഡ് ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ഓഫ് പാറ്റേൺസ്, പാറ്റേൺ മെറ്റീരിയൽസ്, അതിന്റെ കോഴ്സ്, types and application, sand molding machines, gating system, risering, then shell mold casting, special casting methods ആണ് അത്, ceramic mold casting, investment casting, vacuum casting, slush casting,
പ്രഷർ കാസ്റ്റിംഗ്, ഡൈ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആൻഡ് ഇത്രയും സ്പെഷ്യൽ കാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. ആൻഡ് ഡിഫെക്ട്സ് ഇൻ കാസ്റ്റിംഗ്. ഡിഫെക്ട്സ് ഇൻ കാസ്റ്റിംഗ് ഇന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ മെഷീൻ ടൂൾസ്, ടൂൾസിലേക്ക് പോവാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലെയ്ത്ത് മെഷീൻ പോകുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മില്ലിംഗ്, ടേണിംഗ്, ഗ്രൈൻഡിങ്, ഷേപ്പിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് വെൽഡിംഗ്, ഇതെല്ലാം പറയുന്നത് മെഷീൻസ് ആണ്. ദെൻ ടൂൾ പ്രോപ്പർട്ടീസ് ഫോർ ദീസ് പ്രോസസ്സസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെക്സിങ്. ദെൻ വെൽഡിംഗ് ആണ് പോകുന്നത്, ടിക് ആൻഡ് മിഗ് വെൽഡിംഗ്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, CNC മെത്തേഡ്സ് ഓഫ് മെഷീൻസ്. ഇങ്ങനെയാണ് 3 മാർക്ക്. ഇത് പക്ക പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. മെക്കാനിക്കലുകാർക്ക് മാത്രം അവകാശപ്പെട്ട ടോപ്പിക്സ് ആണ്. ഇവിടെ 3 മാർക്ക്, തൊട്ട് മുമ്പിൽ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് 3 മാർക്ക്, അങ്ങനെ ടോട്ടലി 6 മാർക്ക്. അങ്ങനെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നും 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ സംസാരിച്ചത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി എക്സാമിന് 3 സ്ട്രീമുകാർക്കും മത്സരിക്കാം. അതിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുള്ള സിലബസ് ആണ് 25 മാർക്സിന്റെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം 5 ടോപ്പിക്കും നമുക്കൊന്നും കളയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഈ പരീക്ഷയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3 സ്ട്രീമുകാരിൽ നിന്നും വളരെയധികം നമ്പേഴ്സ് കാൻഡിഡേറ്റ്സ് വരും. അതിൽ ഞാൻ ഒരു സ്ട്രീമിന്റെ സബ്ജക്ട്സ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഞാൻ എൻ്റേത് ഫുള്ള് പഠിക്കണം. 25 മാർക്ക് മെക്കാനിക്കൽ ഉണ്ട്, 25 മാർക്കും മെക്കാനിക്കൽ നിന്ന് കിട്ടണം. അതിനുശേഷമാണ് ഞാൻ അടുത്ത സ്ട്രീമിന്റെ സബ്ജക്ട്സ് പഠിച്ച് അവിടെയും നല്ല മാർക്ക് സ്കോർ ചെയ്താൽ, അത് ഒരു സ്ട്രീമിന്റെ കൊണ്ട് ഒന്നും ആവില്ല. 2 സ്ട്രീമിൽ നിന്നും ഒരു നല്ല വാലിഡ് മാർക്ക് കിട്ടിയാൽ മാത്രമേ പിന്നീട് നാലാമതുള്ള, ഇതൊന്നും ഉൾപ്പെടാത്ത നാലാമതുള്ള നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്സിനകത്ത് നമുക്ക് എന്തെങ്കിലും എഴുതി നല്ലൊരു സ്കോർ നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്കാര് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ട്രീമുകാര് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് അറിഞ്ഞിരിക്കണം. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ സിലബസ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെയാണ്. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. വളരെ നല്ലൊരു സിലബസ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് സ്വാഭാവികമായിട്ടും പഠിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സസ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ റാങ്ക് നേടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വളരെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ എൻട്രി ആപ്പിൽ നിന്നും ചൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കുകയും നല്ലൊരു റാങ്ക് ലിസ്റ്റ്, ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും. സ്വാഭാവികമായിട്ടും നന്നായിട്ട് പഠിക്കുന്ന കുറേയേറെ പേർക്ക് നല്ല ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ കേരളത്തിൽ കിട്ടാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്. അത് എസ്പെഷ്യലി കേരള വാട്ടർ അതോറിറ്റി കൂടിയാണ്. അതുകൊണ്ട് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുക. എൻട്രിയോടൊപ്പം നിങ്ങളും ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്കായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.